ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ വൈകിട്ടൊക്കെ ആയപ്പോൾ എനിക്ക് കോളിഫ്ലവർ ഫ്രൈ തിന്നാനൊരു പൂതിയിട്ട്. അപ്പോൾ പകുതി ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ അജുക്കാനെ കൊണ്ട് മേടിപ്പിച്ച്. ആ പകുതി എന്തായാലും ഞങ്ങളെല്ലാവർക്കും തികയില്ല. വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഇത്. അപ്പോൾ അതാ ഞാനത് കട്ട് ചെയ്യണ പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് തന്നെ തൂവാനിരുത്തിയിട്ടുണ്ട്. നിലത്തിരുത്തിയ ആൾക്ക് ഭയങ്കര വാശിയായിരിക്കും, എന്നെക്കൊണ്ട് ഇതൊന്നും ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ഒരു കഷ്ണം കോളിഫ്ലവർ അവളെ കയ്യിൽ കഴുകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തേക്ക് വെള്ളം വെച്ച് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അത് തിളച്ച് വന്ന ഗ്യാപ്പിൽ നമുക്ക് ഇതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ 2 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടിയും 2 ടീസ്പൂൺ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ള് ഉപ്പും പിന്നെ ഞാൻ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്ന കാരണം ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നല്ല കട്ടിയാവാൻ പാടില്ല, നല്ല ലൂസും ആവാൻ പാടില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല രീതിയിൽ വെന്ത് കിട്ടും നമുക്ക്. അതാ നമ്മുടെ കോളിഫ്ലവറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബാറ്ററിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം. എന്താ നമ്മുടെ ബാറ്ററൊക്കെ 2 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ബ്രൈഫാനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേർച്ചക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യം മേടിച്ചതിനാണ് ഒരു സാധനം കേട്ടോ, ഈ കോളിഫ്ലവർ ഫ്രൈ. എന്താ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും സോസൊക്കെ കൂടി ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ.